ആളുണ്ട് മന്മഥൻ. ഓ മന്മഥൻ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഹോം നേഴ്സായിട്ട് ഗൾഫിൽ ഒരുപാട് കാലം വർക്ക് ചെയ്ത ആളാ. അത് ശരി, ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എന്നാ പിന്നെ അത് മതി. സുഗത, സുഗത, ആരാ? നിങ്ങളാരാ? ഞാൻ രാഘവൻ. ഏത് രാഘവൻ? സുഗതന്റെ സുഹൃത്ത്. സുഗതന്റെ സുഹൃത്തോ? ആ, തിരിച്ചറിയൽ രേഖകൾ വല്ലതും കയ്യിലുണ്ടോ? ഞങ്ങൾ എപ്പോഴും ചെസ് കളിക്കലിന്റെ സുഹൃത്താണ് സുഗതൻ എൻ്റെ. ഞങ്ങൾ അങ്ങനെ വാക്കാ പറഞ്ഞാൽ പോരല്ലോ, എനിക്കറിയണ്ടേ. നിങ്ങൾ സുഹൃത്താണോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ഞാൻ ദിവസം വരുന്ന വീടാ ഇത്. ഇന്നലെ വരെ ഉള്ളതല്ല, ഇന്നു മുതൽ ഇവിടെ ആരൊക്കെ വരണം, ആരൊക്കെ അദ്ദേഹത്തെ കാണണം, എന്ത് ചെയ്യണം, അദ്ദേഹം എന്ത് ചെയ്യണം എന്നെല്ലാം ഇനി ഞാൻ തീരുമാനിക്കും. ഒന്ന് സുഗതനെ വിളിച്ചേ. സുഗതനെ വിളിച്ചേ. സുധനെ വിളിക്കാം. ഇരിക്കവിടെ, ഇരുന്നോ. എന്തിനാപ്പോ വന്നേ? കളിക്കാൻ വേണ്ടിട്ട്. കളിക്കാനാ? ആ, ഈ പാടില്ലാതിരിക്കുന്ന ആളെ വിളിച്ചോണ്ട് എവിടെ പോയി കളിക്കാൻ പോകുന്നു? ചെസ് കളിക്കാനാ. ഷെസ്സോ? ആ, എന്ത് സാധനം? ഇതാ ഇത്. ഇങ്ങനെ പറക്കി വെച്ചിട്ട്. ഇത് എവിടെ കൊണ്ടുപോയി കളിക്കാൻ പോവാ? ഇവിടെ തന്നെ. ഇവിടെ ഇരുന്ന് കളിക്കാനാ? ആ, ഇരുന്ന് കളിക്കാൻ. ആ ആ ആ. എന്താ പേര് പറഞ്ഞേ? രാഘവൻ. രാഘവൻ. ആ, അറിയാമെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ. മെല്ലെ നോക്കി. നേരത്തെ എത്തിയോ? മെല്ലെ ഇരിക്കണേ, മെല്ലെ മുട്ടരുത്. അല്ല, ഏയ് അങ്ങനെ അല്ലത്. ഓക്കെ അല്ലേ? ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് വെച്ചാ. എന്റെ കൂട്ടുകാരനാ പറഞ്ഞു എന്നോട്. അങ്കിൾ ഇപ്പൊ ഭക്ഷണം കഴിച്ച്. നിങ്ങളല്ല, ചേട്ടൻ ഇപ്പോ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ. ഇനി ഉറങ്ങേണ്ട സമയമാണ്. അതുകൊണ്ട് ചേട്ടനോട് പറയാണ്, ഈ ചേട്ടനെ ഇവിടെ ഒരുപാട് സമയം ഇങ്ങനെ ഇരുത്താൻ പറ്റില്ല. 10 മിനിറ്റ് തരാം, അതിനുള്ളിൽ കളിച്ച് തീർക്കുക കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ചെസ് കളിക്കല്? എന്നാലേ ഒരു 5 മിനിറ്റ് എക്സ്ട്രാ ടൈം കൂടി തരാം. അതിനുള്ളിൽ എന്തായാലും തീർത്തോണം കേട്ടല്ലോ. നീ ഉറങ്ങേണ്ട ടൈമായി. ഞാൻ പിന്നെ നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ട് ഇരുത്തിയ കേട്ടല്ലോ. ശരി, പറഞ്ഞ മനസ്സിലായല്ലോ. അല്ല, ആ ചേട്ടനോട് 15 മിനിറ്റ് അതിനുള്ളിൽ തീർത്തോണം. ഹോം നേഴ്സാ. ഇന്നലെ വന്നതാ. നല്ല പയ്യനാ. എന്നെ ഏട്ടൻ പോലെ തിരിയാനാക്കാണ്ട് അങ്ങനെ കൊണ്ടു നടക്കും. കളിക്കാനൊന്നും വിടുന്നില്ല. അല്ല, അത് ഈ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം എന്ന് അവൻ പറഞ്ഞല്ലോ. അത് രാവിലെ വന്നാൽ മതി. ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ച വരെ സമയമുണ്ട്. ഇതൊക്കെ അവൻ സമ്മതിക്കും. പിന്നെ മക്കള് പോലും ഇങ്ങനെ നോക്കില്ല. ചായ എന്ന് പറയുമ്പോഴേക്കും ചായ എത്തും. സമയം എങ്ങനെയാന്ന് അറിയില്ല. എന്നെ ഓർത്തിരുന്ന കറക്റ്റ് ടൈമിനെല്ലാം തരും. അല്ല, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വയസ്സായവർക്കൊക്കെ ഒരു കാര്യമാണ്. അതെ ചേട്ടോ, ഇതെന്താണ്? ഞാൻ പറഞ്ഞ എക്സ്ട്രാ ടൈം കഴിഞ്ഞ് 2 മിനിറ്റ് അധികമായി. ഇല്ല, ഇനി കളിയില്ല. സ്റ്റോപ്പ് ചെയ്തത്. സാർ ഇപ്പൊ വിളിച്ചു ചോദിച്ചുള്ളൂ, അച്ഛൻ എന്തേ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയോന്ന്. ഞാൻ പറഞ്ഞു നല്ല ഉറക്കാന്നാ പറഞ്ഞേ. എനിക്ക് പേരുദോഷം ഉണ്ടാക്കരുത്. മതി ചേട്ടാ, എടുത്തോ. അല്ല, അതെടുത്തോ, സഞ്ചിയെല്ലാം എടുത്തോ, എല്ലാം എടുത്തോ. അതെ, ഇന്നത്തെ കളി മതി. ഇപ്പൊ തന്നെ അധികം സമയമായി. ഇനി അത് കളിക്കണമെന്നുണ്ടെങ്കിലേ നാളെ കാലത്ത് പോരും.
1 മണിക്കൂർ ഞാൻ വിട്ടുതരാം. അതായത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുള്ള ഒരു സമയം കേട്ടാ. ചേട്ടാ എഴുന്നേറ്റോ. നാളെ രാവിലെ പോലെ ഒരു ഉച്ചവരെ ആവുന്ന സമയം കഴിച്ച വഴിക്ക് ഒന്ന് ഉറങ്ങണം. ഒരുപാട് സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ. നാളെ ആയിക്കോട്ടെ. രാവിലെ ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഇങ്ങനെ അഴിച്ചു വിട്ടൊക്കെയാണ് ബാക്കിയുള്ളവരെ മെനക്കെടുത്താനായിട്ട്. പിന്നെ എങ്ങനെ പറയും? എനിക്ക് മിണ്ടാനും പറയാനും സംസാരം അവൻ മാത്രമേ ഉള്ളൂ. മോളും മരുവനും ജോലിക്ക് പോയാൽ പിന്നെ എന്റെ അവസ്ഥ നിനക്ക് അറിയില്ല. ഇത് ചുമയുള്ളതാണ്, ശ്വാസം മുട്ടുള്ളതാണ്, ഒരുപാട് സംസാരിക്കാൻ പാടില്ല. ഇനിയിപ്പോ എന്തെങ്കിലും സംസാരിക്കണോ എന്നോട് സംസാരിക്കാനാണല്ലോ ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഏട്ടൻ ഈ ഗുളി അങ്ങോട്ട് കഴിക്കാം. വെള്ളം അങ്ങോട്ട് ഗുളി കഴിക്കാം. അത്ര കുടിച്ചോളൂ, അത്രയും വെള്ളം കൂടി കുടിച്ചോളൂ. വെള്ളം നല്ലതാണ്, വെള്ളം കുടിക്കണതേ ശരീരത്തിന് നല്ലതാണ്. ഇനി നമുക്ക് ചാച്ചാ ഉറങ്ങാല്ലേ? പിന്നെ ഈ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടെ ബാത്റൂമിൽ പോണോ? ഒന്ന് പോയാൽ നല്ലതായിരിക്കും അല്ലേ? എനിക്ക് തോന്നി പോണം. ബാത്റൂം പോയിട്ട് കുളിക്കാം. അതൊക്കെ ഞാൻ എടുത്തോളാം. അതോടെ വെച്ചോ, അത് ഞാൻ എടുത്തോളാം. ഒന്നും നോക്കണ്ട. നല്ല പോട്ടെ. മെല്ലെ നോക്കി. ഇതെന്താ വാതിലൊക്കെ തുറന്നിട്ടിട്ട്? ആർക്കറിയാം? മന്മതാ അച്ഛാ പോയി കിടക്കും. ബാത്റൂമിന്റെ വാതിൽ മന്മഥന് ഗുളിക കഴിച്ചിട്ട് കിടക്കണതിന്റെ മുമ്പ് ബാത്റൂം പോകണമെന്ന് പറഞ്ഞാൽ അവൻ നിർബന്ധിച്ച് എന്നെ ബാത്റൂമിൽ കൊണ്ടെടുത്തിട്ട് കാര്യം കഴിഞ്ഞിട്ട് ഞാൻ വാതിൽ തുറക്കാൻ നോക്കുമ്പോ അവൻ പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ട് പോയി. അവൻ പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ട് പോയി. മന്മഥൻ പോയോ? അതെ, ആ സ്വർണം വല്ലതും പോയോ നോക്കാം ആദ്യം. അവൻ പുറത്തുനിന്ന് കുറ്റിയിട്ട് പോയി. അങ്ങോട്ട് നേരെ ഇരുന്ന് വെച്ചോ. നേരെ ഇരിക്ക്. ഇതാരാ? ഇത് വൈഫാണ് സാർ. വൈഫ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഹോം നേഴ്സിനെ നിർത്തിയത് വീട്ടില്? സാറേ, ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓഫീസിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ അച്ഛൻ ഒറ്റയ്ക്കാവും. അപ്പോൾ അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ അങ്ങനെ ഒരാളെ വെച്ചത്. അത് ശരി. ഈ നഷ്ടപ്പെട്ടെന്ന് പറയുന്ന സ്വർണത്തിന്റെ അളവും തൂക്കമൊക്കെ ഇതിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ആ, ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ല, കൃത്യമായിരിക്കണം. ഇല്ലെങ്കിൽ കോടതിയിൽ നിന്ന് നമ്മൾ ഇത് കള്ളനെ പിടിച്ചാലും ഉരുപ്പടികൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ല സാറേ, അതൊക്കെ കറക്റ്റാണ്. ഈ കോയാസ് ഹെൽപ്പ് ലൈനിൽ നിന്നല്ലേ നിങ്ങൾ ആളെ റിക്രൂട്ട് ചെയ്തത്? അതെ. അവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു വല്ലതും പറഞ്ഞാ? അത് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ കാണിക്കൊന്നും ചെയ്തില്ല. പിന്നെ നമുക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണോ ഇനി പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. ഏതോ SIയുടെ വീട്ടിലൊക്കെ ഇവിടുന്നാണ് ആളെ കൊടുത്തതെന്ന് പറഞ്ഞു. അത് കാണണം, നമ്മൾ കണ്ടു ബോധ്യപ്പെടണം. ഇതാരാണെന്ന് അറിയണ്ടേ? അവർ SIയുടെയും DGPയുടെ ഒക്കെ വീട്ടിൽ നിന്നെന്നൊക്കെ പറയും. പക്ഷെ ബോധ്യപ്പെടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ വീട്ടിൽ ഏൽപ്പിച്ചുകൊണ്ട് പോകേണ്ട ആളല്ലേ? അതെ. പക്ഷെ നമ്മളെ കാണിക്കൊന്നും ചെയ്തില്ല. എന്നിട്ട് നിങ്ങൾ ഈ കോയനെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നാ? ഞങ്ങള് വിളിച്ചു നോക്കി, പക്ഷെ എടുക്കണില്ല. ഫോട്ടോ എടുക്കണില്ല. എടുക്കൂല. അയാൾക്കും ലൈസൻസ് ഉണ്ടാവൂല. പിന്നെ സാറേ, ഈ ആഭ്യന്തര വകുപ്പിൽ നിന്നൊരു ഉത്തരവ് ഇറങ്ങിയിരുന്നല്ലോ, ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണമെന്ന്. അത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉത്തരവല്ല ഇറങ്ങിയത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു നിർദ്ദേശം വെച്ചിരുന്നു. ഈ പ്രായമായവരെയും കിടപ്പ് രോഗികളെയൊക്കെ നോക്കാൻ നിൽക്കുന്ന ഹോം നേഴ്സുമാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അവർക്ക് മാത്രമല്ല, ഇത്തരം ഏജൻസി നടത്തുന്നവർക്കും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ലൈസൻസും വേണമെന്ന് നിർദ്ദേശം വെച്ച്. പക്ഷെ അതൊക്കെ നടപ്പിലായില്ല. അതെല്ലാം കടലാസിൽ ഒതുങ്ങിയെന്നേ ഉള്ളൂ. നിങ്ങൾ ഈ പരാതിയിൽ പറഞ്ഞ ആളുകളുടെ ലക്ഷണം വെച്ച് നോക്കുമ്പേ എനിക്കൊരാളൊരു സംശയം തോന്നുന്നുണ്ട്. നമ്മൾ ഈ ജയിലിൽ ചാടിയവർ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ പോലീസുകാരുടെ നിന്ന് ഓടിക്കളഞ്ഞ പ്രതികൾ, പരോളിൽ ഇറങ്ങിയിട്ട് സമയത്ത് തിരിച്ചു ചെല്ലാത്തവർ, അവരൊക്കെ ഇത്തരം ജോലികൾക്ക് നിൽക്കണ്ടെന്ന് അറിഞ്ഞതേ. നിങ്ങളുടെ ഈ പരാതിയിൽ പറയണ പേര് കണ്ടിട്ടേ
എനിക്കൊരാളൊരു സംശയം തോന്നുന്നുണ്ട്, ഞാൻ ഒന്ന് നോക്കട്ടെ. ആള് ഇതുപോലത്തെ ആളാണോ? ആ അതെ സാറേ, ഇയാളാണ്. ഇയാളാണ്. ഇവൻ ഭൂലോക ഫ്രോഡല്ലേ? ഇവൻ മന്മഥ നീലത്താമര. ശിക്ഷാ കാലയളവിൽ പരോളിൽ ഇറങ്ങിയിട്ട് തിരിച്ചു ചെല്ലാത്ത ആളാണ്. ഇവന് ഡോക്ടറായിട്ട് ഒരു തട്ടിപ്പ് നടത്തിയതിൻ്റെയാണ് ഇത് ഇരിക്കണത്, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. ഇവനല്ല, ഇവന്റെ അപ്പുറത്തവനെ നമുക്ക് പൊക്കാം. പക്ഷേ ഈ നമ്മുടെ നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടൽ ബുദ്ധിമുട്ടാവും. ഇവൻ ആള് ഇന്റർനാഷണലാണ്. എന്തൊരു കഷ്ടമാണ്. അല്ല സാറേ, ഇപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കിടപ്പ് രോഗികളോ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാൻ ആരെങ്കിലും നിർത്തണ്ടേ? ഇത് എന്ത് വിശ്വസിച്ച് നിർത്തും സാറേ? അതുപോലെ ഈ ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ഭരണഘടനയും പറയുന്നില്ലേ? പിന്നെ ഭരണഘടന പറയുന്നുണ്ട്, നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു തർക്കമില്ലാതെ പറയുന്നുണ്ട്. പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് പ്രവർത്തിച്ച് കാണിക്കാനാണ് പാട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതുപോലെ ഹോം നേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന എല്ലാ ഏജൻസികളും മോശമാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. നല്ല ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ പുഴുക്കുത്തുകളും ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഹോം നേഴ്സിനെ വെക്കുമ്പോഴും വേലക്ക് ആളെ നിർത്തുമ്പോഴും ഇനി ആഭ്യന്തര വകുപ്പ് നേരിട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഹോം നേഴ്സിനെ തന്നാലും അവനവൻ്റെ വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്വമാണ്.